നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസായ തൃശ്ശൂർ വെള്ളാനിക്കരയിലെ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ മനോഹരമായ ക്യാമ്പസിന്റെ മുമ്പാണ്. ഇന്ന് നമ്മൾ ഫ്ലോറികൾച്ചറിസ്റ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഇന്ന് വെർച്വൽ ഫീൽഡ് വിസിറ്റ് നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വളരെ പുരാതനമായ ഒരു കലാലയമാണിത്. അതിൽ ഈ ഫ്ലോറികൾച്ചറിസ്റ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷന്റെ ഭാഗമായി വിവിധ തരം പോളി ഹൗസുകൾ, അവയിൽ വളർത്തുന്ന വിവിധ തരം കൃഷികൾ, പോളി ഹൗസിന്റെ മെയിന്റനൻസ്, അതിനകത്തെ ജലസേചന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്രഥമമായ ധാരണകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ കാഴ്ചകളിലേക്ക് സുസ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന മനോഹരമായ ചരിത്രമുറങ്ങുന്ന കലാലയത്തിന്റെ കവാടത്തിലാണ്. നമ്മൾക്കറിയാം, ഈ കലാലയത്തിലേക്ക് BSc അഗ്രികൾച്ചറിന് പ്രവേശനം നൽകുന്നത് നീറ്റ് എന്ന കോമൺ എൻട്രൻസ് പരീക്ഷയിലൂടെയാണ്. മെഡിക്കൽ എൻട്രൻസിന്റെ തൊട്ട് അടുത്ത് തന്നെ സ്ഥാനമുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് BSc അഗ്രികൾച്ചർ. തൃശ്ശൂർ വെള്ളാനിക്കരയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരളത്തിൽ മറ്റ് 2 സ്ഥലത്തുകൂടെ കാർഷിക കോളേജുകളുണ്ട്. തിരുവനന്തപുരം വെള്ളായണിയിലും കാസർഗോഡ് പടന്നക്കാടും. വർഷം തോറും മിടുക്കരായ ധാരാളം കുട്ടികൾ ഇവിടെ പ്രവേശനം നേടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണുന്ന കാഴ്ച കുറച്ച് ഫ്രെയിമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പോളി ഹൗസിന്റെ രൂപവുമായി സമാനമുള്ള ചെറിയ സ്ട്രക്ചറുകളാണിവ. ഇത് വാക്കിംഗ് ടണൽ എന്ന സ്ട്രക്ചറാണിത്. പോളി ഹൗസിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയാം ഇതിന്. പോളി ഹൗസ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ഫ്രണ്ടിലുള്ള സ്ട്രക്ചറാണിത്. ഇപ്പോൾ നമ്മളൊരു പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറിന്റെ മേൽക്കൂരയാണ് കാണുന്നത്. മിസ്റ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ക്ലീനിങ്ങിന് തയ്യാറെടുക്കുന്ന സമയമാണ് നമ്മൾ അവിടെ എത്തിയത്. കാരണം ഇത് നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പായലോ അഴുക്കോ ഒക്കെ പറ്റിപ്പിടിച്ചിരുന്നാൽ വെളിച്ചം അഥവാ ലൈറ്റിന്റെ സ്വാഭാവികമായ എൻട്രിയെ തടസ്സപ്പെടുത്തും. അത് ക്ലീൻ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇനി ഒരു പുതുതായി നിർമ്മിച്ച ഒരു പോളി ഹൗസ് ആണിത്. സോടൂത്ത് മോഡലാണിത്. ഇത് പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ട് അതിന്റെ ക്ലാഡിംഗ് മെറ്റീരിയലൊക്കെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിൽ ലൈറ്റിന്റെ സ്വാഭാവികമായ എൻട്രിക്ക് തടസ്സമൊന്നുമില്ല. ഇത് പോളി ഹൗസിന്റെ അകം എപ്പോഴും കൂളായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ചെടികൾ നന്നായിട്ട് വളരുവാൻ ഒരു തണുത്ത അന്തരീക്ഷം വേണം. അതിനായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഓഫ് കൂളിംഗ്. ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോളി ഹൗസിനകത്ത് തണുപ്പ് എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് കൺട്രോൾ പാനലാണ്. പോളി ഹൗസിന്റെ ഡബിൾ ഡോറിന്റെ ആ സ്ഥലത്ത് തന്നെയാണ് ഇത് സ്ഥാപിക്കുന്നത്. കാലാവസ്ഥാ ഘടകങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് കൺട്രോൾ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മാതൃസസ്യത്തിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റെയിൻ ഷെൽട്ടറാണ്. ഇവിടുന്നാണ് ധാരാളം തൈകൾ സെയിലിന് ഇവിടുന്നാണ് കൊടുക്കുന്നത്. ഇത് DUS ടെസ്റ്റിംഗ് ഓഫ് ഓർക്കിഡ്സ്, ഡസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ പുതിയ തരം വെറൈറ്റീസ് കണ്ടുപിടിക്കാനും അതിൽ വൈവിധ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അവ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും ഉള്ള സംവിധാനമാണ് ഓർക്കിഡ്സിൽ. പലതരത്തിലുള്ള പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, റെയിൻ ഷെൽട്ടേഴ്സ് ഉണ്ട്. ഇത് ഫലനോപ്സിസ് സ്പീഷീസ് വളർത്തുന്ന ഒരു റെയിൻ ഷെൽട്ടറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇറിഗേഷൻ സിസ്റ്റംസ് ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം.
ഇതൊരു ഗ്രീൻ ഷെയ്ഡിനിട്ടുള്ള ഒരു റെയിൻ ഷെൽട്ടറാണ് വീഡിയോയിൽ കാണുന്നത്. ഈ ചെടികളൊക്കെ സെയിലിനുള്ളതാണ്. നമ്മൾ ഈ പോളി ഹൗസിലെ ജലസേചന രീതികളിൽ പല തരത്തിലുള്ള ജലസേചന രീതികളുണ്ട്. ഓവർഹെഡ് സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട്, മിസ്റ്റ് ഇറിഗേഷൻ യൂണിറ്റുകളുണ്ട് അഥവാ മിസ്റ്റേഴ്സ് ഉണ്ട്, ഫോഗേഴ്സ് ഉണ്ട്. ഇവയിൽ മിസ്റ്റ് ഇറിഗേഷൻ യൂണിറ്റ്സ് അഥവാ മിസ്റ്റേഴ്സ് നടപ്പാതയുടെ മുകളിലാണ് ഘടിപ്പിക്കുന്നത്. ഇവയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വളരെ ചെറിയ കണികകളായതിനാൽ ഇലകളുടെ മുകളിൽ തങ്ങി നിൽക്കാതെ നീരാവി രൂപത്തിൽ ചെടികൾക്ക് പ്രയോജനപ്പെടുകയും ഗ്രീൻ ഹൗസിനുള്ളിലെ താപനില കുറയ്ക്കുകയും ആർദ്രത കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുവാനും സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് ഫോഗേഴ്സിനെ പരിചയപ്പെടാം. ഫോഗേഴ്സ് എന്ന് പറയുമ്പോൾ പുക രൂപത്തില് തീരെ ചെറിയ, ഏറ്റവും ചെറിയ ജലകണികകളാണ്. ഇവ പ്രധാനമായിട്ടും താപനില കുറയ്ക്കുകയും ആർദ്രത കൂട്ടുകയും ചെയ്യുന്നു. ജലസേചനത്തിലുപരി ഇവയുടെ പ്രയോജനങ്ങൾ മേൽപ്പറഞ്ഞവയാണ്. രാവിലെ 10:30 ശേഷവും ഉച്ച കഴിഞ്ഞ് 3:30 മുൻപുമാണ് ഈ ജലസേചന രീതികൾ ചെയ്യുന്നത്. കാരണം വൈകുന്നേരം ചെയ്താൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ചെടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ ഡബിൾ ഡോറാണ് കാണിക്കുന്നത്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സഹായമായിട്ട് വന്നത് VHSE പുതുക്കാട് VHSEയിൽ പഠിച്ച അനൂപ് എന്ന് പറഞ്ഞ മിടുക്കനായ കുട്ടിയാണ്. ആ കുട്ടിക്കിവിടെ ജോലി കിട്ടിയതാണ്. നമ്മളിപ്പോൾ ഒരു മോണോപോഡിയൽ ഓർക്കിഡായ മൊക്കാറോ ആണ് കാണുന്നത്. ചട്ടിയിലും നിലത്തുമായിട്ടാണ് നട്ടിരിക്കുന്നത്. മൊക്കാറയുടെ മനോഹരമായ പുഷ്പമാണ് കാണുന്നത്. അടുത്തായിട്ട് ഫലനോപ്സിസ് സ്പീഷീസ്. ഫലനോപ്സിസിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരുപാട് വെറൈറ്റി നിറങ്ങളുള്ള മനോഹരമായ പുഷ്പങ്ങളാണുള്ളത്. ഇതൊരു കൂൾ ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്നു. ഇതും മോണോപോഡിയൽ ഓർക്കിഡാണ്. പിന്നെ അധികം ലൈറ്റ് വേണ്ട, അധികം ചൂട് വേണ്ട, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് അഥവാ മാർക്കറ്റിലൊക്കെ ഒരുപാട് വാല്യൂ ഉള്ള ഒരു പുഷ്പവിഭാഗമാണ് ഫലനോപ്സിസ്. പെസ്റ്റും ഡിസീസും ടെമ്പറേച്ചറും ഒക്കെ ഇത് കുറച്ച് സെൻസിറ്റീവാണ്. ഇത് വാൻഡ ഓർക്കിഡാണ്. വാൻഡ ഓർക്കിഡ് ഹാങ് ചെയ്ത് വളർത്തുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന് ചട്ടിയൊന്നും വേണ്ട. സാധാരണ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു പുഷ്പ വിഭാഗമാണ്, ഓർക്കിഡ് വിഭാഗമാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ വെറൈറ്റി നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. പുഷ്പത്തിൻ്റെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് പൂക്കൾ വരാനായിട്ട് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഡസ്റ്റ് ടെസ്റ്റിംഗ് ഓൺ ഓർക്കിഡ്സ്. നമ്മളെപ്പോഴും ഹോൾസ് ഉള്ള ചട്ടികൾ ഉപയോഗിക്കുന്നൊരു കാര്യം പറഞ്ഞു. എയറേഷൻ റൂട്ടിന് വേണ്ടിയിട്ടാണ്. ഓർക്കിഡ്സിന് മിക്കവാറും അങ്ങനെയുള്ള ചട്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞ വിഭാഗമാണ്. പൂക്കൾക്ക് തീരെ വെയിറ്റ് കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അത് കാറ്റടിച്ച് ഡാൻസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഡാൻസിങ് ഗേൾ എന്ന പേര് വന്നതെന്ന് പഠിച്ചു. അതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒത്തിരി നാൾ നിൽക്കുന്ന ഓർക്കിഡ് വിഭാഗമാണിത്. ഇനി നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റീസ് വളർത്തുന്ന ഗ്രീൻ ഹൗസിനകത്താണ് നിൽക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും അനുകൂലമായി വളരുന്ന ഓർക്കിഡ് വിഭാഗമാണ് ഡെൻഡ്രോബിയം.
ഏറ്റവും കൂടുതൽ വെറൈറ്റികളുള്ള ഓർക്കിഡ് വിഭാഗം കൂടെയാണ്. ഇതിൻ്റെ പൂക്കളുടെ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു കുലയിൽ വേണ്ട പുഷ്പങ്ങളുടെ എണ്ണമൊക്കെ പഠിച്ചാണ് നമ്മൾ. കുറച്ച് ഫോളേജ് പ്ലാന്റ്സ് ആണ്. അടുത്തത് നമുക്ക് പ്ലാസ്റ്റിക് മൾച്ചാണ്. ഇത് കളകളെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു മൾച്ചിങ് രീതിയാണ്. കുറച്ച് റോസ് ചെടികൾ കാണാൻ പറ്റി. അത് റീപ്ലാന്റിങ്ങിന് റെഡി ആയിരിക്കുകയാണെന്ന് പറഞ്ഞു. വേറെ പുതിയ വെറൈറ്റി റോസുകൾ നടാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ച പൂക്കൃഷികളിൽ, പോളിഹൗസ് പൂക്കൃഷികളിൽ റോസാണ് പ്ലാസ്റ്റിക് മൾച്ച് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കൃഷി. കാരണം അത് നിലത്ത് ധാരാളമായി വളർത്തുന്നുണ്ട്. ചട്ടികളിലും കൂടാതെ നിലത്തും വളർത്തുന്നുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് മൾച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു പുഷ്പവിഭാഗമാണ് റോസ്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെർച്വൽ ഫീൽഡ് വിസിറ്റിൻ്റെ ഫസ്റ്റ് പോർഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കഴിഞ്ഞത്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.